ലിബീഷ്, ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിരിക്കുകയാണ്. ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇവിടെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിയോടെ തന്നെ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങും. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം സാധാരണ VVPAT-ലെ വോട്ടുകളെല്ലാം എണ്ണി തുടങ്ങും. അതിനുശേഷം ചിട്ടപ്പെടുത്തി എല്ലാ വോട്ടുകളും ഒരുപോലെ എണ്ണി തുടങ്ങുമെന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കനത്ത പോരാട്ടമാണ് നടന്നിരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് വരുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ഫലങ്ങളുടെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതിന്റെ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം നിൽക്കുന്നത്. അതിന്റെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട തയ്യാറുണ്ട്. പിന്നെ പോലീസ് സുരക്ഷ അതിശക്തമായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് പുറത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഉള്ളത്. ഏതായാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ മുതൽ തന്നെ. അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ മാറി വാനീസ് കോമ്പൗണ്ടിലൊക്കെ കാണുന്നത്. തിരുവനന്തപുരത്തിന്റെ സെന്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏതായാലും വോട്ടെണ്ണൽ ഒരു അല്പസമയം കഴിഞ്ഞ് തന്നെ ആരംഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ലിബീഷ്, വിഷ്ണു, അവിടെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഏജന്റുമാരെ അകത്തേക്ക് കയറ്റിവിട്ട് തുടങ്ങിയോ? സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ശക്തമാണ് അവിടെ? ലിബീഷ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ ഒക്കെയും കയറ്റി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. പാസ് ഉള്ളവർക്ക് കൃത്യമായി അകത്ത് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അകത്ത് കയറാനായി സാധിക്കുന്നുണ്ട്. ഏതായാലും അതിനായി ബന്ധപ്പെട്ട ശക്തമായ സുരക്ഷ തന്നെയാണ് പോലീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. പുറത്ത് ഗേറ്റിന് പുറത്ത് തന്നെ വലിയ ഒരു പോലീസ് സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ പാസ് പരിശോധിച്ച ശേഷം ആണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. അല്ലാതെ ഒരു തരത്തിലും അകത്തേക്ക് ആർക്കും കടന്നുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരോഗമിക്കുന്നതൊക്കെ അതാണ്. അത്തരത്തിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളുള്ളത്. ലിബീഷ്.